ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു വിസയുടെ ആവശ്യത്തിന് വേണ്ടി മുംബൈയിലേക്ക് പോവുകയാണ്. കല്യാണം കഴിഞ്ഞുള്ള എൻ്റെ അമ്മുക്കുട്ടിയുടെ ആദ്യത്തെ ഒരു ട്രിപ്പ് കൂടിയാണിത്. അങ്ങനെ രാവിലെ തന്നെ എൻ്റെ വീട്ടിന് താഴെയുള്ള അച്ഛൻ്റെ തറവാട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. 2 പ്രാവശ്യം റിജക്റ്റ് ആയ US വിസയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേന്ന് വിനീതപൂർവ്വം അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് ചെന്നു. അമ്മുക്കുട്ടി ഇതേ ബാഹുബലിയൊക്കെ പോകുന്ന പോലെ അലക്കി വെച്ച ഡ്രസ്സൊക്കെ എടുത്ത് മെല്ലെ കയറി പോകുന്നുണ്ട്. അയൺ ചെയ്യുമ്പോ പതുക്കെ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ശക്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വരക്കുന്നു. എൻ്റെ ഷർട്ട് കത്തിപ്പോവാത്തത് ഭാഗ്യം. എൻ്റെ കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ടൗണിലേക്ക് വന്നു. 2-3 സെറോക്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു, എടുത്തു. ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത് എടുക്കത്തിലാണ്. പേപ്പറും കാര്യങ്ങളും ഒന്നും മറക്കാതെ എല്ലാം എടുത്തു. നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വെറുതെ ഇരുന്നിട്ടുണ്ട്. വണ്ടി വരെ 2 മിനിറ്റ് ലേറ്റാണ്. അങ്ങനെ നമ്മളെ വണ്ടി വന്നു, നമ്മൾ കയറിയിരുന്നു. പക്ഷെ നമ്മുടെ വിൻഡോ സീറ്റാണ്. അതിൽ ഏതോ ഒരു ചങ്ങായിരുന്നു എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാ നമ്മുടെ ദേശീയ ഭക്ഷണമായ വടാപാവ് വന്നു. അപ്പോൾ വടാപാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മുക്കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമുക്കിതൊക്കെ കഴിച്ചിട്ട് ശീലമുള്ളതുകൊണ്ട് നമുക്കിതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പുറത്ത് നല്ല മഴ കേട്ടോ. ഇങ്ങനെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമാണ്. ജലദോഷം, തൊണ്ടവേദന, പനി എല്ലാം ഉണ്ട്. അതുകൊണ്ട് സൗണ്ടൊക്കെ അടഞ്ഞിട്ടായില്ലത്. ഞാനും അമ്മുക്കുട്ടി ഇങ്ങനെ ഇരുന്ന് ചളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെന്നാണ് ഈ പറയുന്നതെന്ന് ഓളെന്നെ വിചാരിക്കുന്നുണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മുക്കുട്ടിക്ക് കാല് വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ കാല് വേദന എടുക്കുന്നതെന്ന് വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ മീതെ കാല് കയറ്റി വെച്ചു. പിന്നെ ഞങ്ങളുടെ സീറ്റിൻ്റെ മുമ്പിൽ എന്നെ പഠിപ്പിച്ച സാറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അവർ പഞ്ചാബിയാണ്. അപ്പോൾ ഞാനും മാഡം കൂട്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മുക്കുട്ടിക്ക് ഇതൊന്നും തിരിയുന്നില്ല. അമ്മുക്കുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നു, മാഡത്തിനെ നോക്കുന്നു. എന്തെന്നാണ് ഇവർ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ ഗോഡ് ഫാദർ സിനിമയിൽ ജഗദീഷ് നിൽക്കുന്നില്ല, എന്ത് സംഭവം, എന്തിവർ പറയുന്നത്, ആ ഒരു രീതിയിൽ അമ്മുക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു. വീട്ടിൽ നിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചു, മുഖമെല്ലാം കഴുകി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടിക്ക് മിഡിൽ ബർത്തും എൻ്റെ ലോവർ ബർത്തും ആണ്. അപ്പോൾ നമുക്ക് കിടക്കണം. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി മുംബൈയിലേക്ക് പൻവേലിലേക്ക് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഏകദേശം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ബാഗെല്ലാം ഒന്ന് അങ്ങനെ നമ്മൾ പൻവേലെത്തി. പൻവേലിൽ നിന്നൊരു ടാക്സി ആക്കി നമ്മളെ റൂമിലേക്ക് പോവുകയാണ്. നമ്മളെ റൂമിലത് വാശിയിലാണ്. ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണം കൊണ്ട് ഞാനൊരു 10 മിനിറ്റ് നമ്മുടെ റൂമിലൊന്ന് കിടന്നു. അത് കഴിഞ്ഞ് അമ്മുക്കുട്ടീനെ കൂടി ഞാൻ CSTയിലേക്ക് എത്തി. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിലേക്ക് എത്തി. നമ്മൾ ഒന്ന് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ടേക്ക്. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങാനും കുടയുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു നമുക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന്. എന്നിട്ട് ഞാൻ അവളെ കൂട്ടി ബർഗർ കിങ്ങിൽ പോയി. ഇവിടുത്തെ ബർഗർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതും കഴിച്ചിട്ട് ഒരു ഐസ്ക്രീമും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു. ഐസ്ക്രീമും കൂടി കഴിച്ചു. തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ അമ്മുക്കുട്ടി ഒറ്റ കഴിക്കുമ്പോൾ അതൊരു രസമില്ലല്ലോ. അങ്ങനെ അമ്മുക്കുട്ടിക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ വേണോ? അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ 2 സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ തട്ടി. അപ്പോഴേക്കും മഴ പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അമ്മോട് പറഞ്ഞു നമുക്ക് നേരെ ഫാഷൻ സ്ട്രീറ്റിൽ പോവാം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഫാഷൻ സ്ട്രീറ്റിൽ പോയി. അവിടെ ഫുള്ള് ഷോപ്സാണ്. പക്ഷേ നമ്മൾ സാധനമൊന്നും വാങ്ങിയില്ല. വെറുതെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. CSTയിലേക്ക് എത്തി. ഭയങ്കര തിരക്കാണ് ഇവിടെ, എപ്പോഴും തിരക്ക് തന്നെയാണ്. നേരെ റൂമിലേക്ക് പോകാനുള്ള ഇതിലാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.